വൈകുന്നേരങ്ങളിൽ സൊറ പറഞ്ഞിരിക്കാനും നല്ല കാറ്റ് കൊള്ളാനും ട്രിവാൻഡ്രത്ത് ഗംഭീരമായ കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഇന്നത്തെ പോക്ക് അങ്ങനെ സ്ഥലത്തേക്കല്ല, നല്ലൊരു വ്യത്യസ്തതയാർന്ന അടിപൊളി സ്ഥലത്തേക്കാണ്. വാ. ഇവിടെ കുറെ കയറാനുണ്ടോ? ഇവിടുന്ന് കുറച്ചില്ല, തിരിവ് കഴിഞ്ഞാൽ ചേട്ടൻ പാറയാണ്. ഈ മുകളിൽ എന്തൊക്കെയുള്ള അമ്പലം ഉണ്ടോ? മുകളിൽ അമ്പലമുണ്ട്, പിന്നെ തമ്പുരാനുണ്ട്, പാറയുണ്ട്, തമ്പുരാട്ടിപ്പാറയും. തമ്പുരാട്ടിപ്പാറ, പിന്നെ ഗണപതിയുടെ ഒരു വിഗ്രഹം. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ സ്റ്റെപ്പാണ്, നല്ല കിതപ്പ്. ഇവിടെ ട്രിവാൻഡ്രത്ത് എന്താ പറയുക, അണക്കിയെന്ന് പറയും. ട്രിവാൻഡ്രത്ത് നമ്മുടെ കോഴിക്കോട് മലബാർ ഭാഗത്ത് കിതപ്പ്. നല്ല അടിപൊളി കാഴ്ചയാണ്. അതിമനോഹരമാണ് കാണാൻ. തകർപ്പൻ. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയുടെ ഏകദേശം കുറേ ഭാഗം കാണാം. നേരെ ചേട്ടൻ പറഞ്ഞ പോലെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞു. ഇനി അങ്ങനെ പാറക്കെട്ടാണ്. ഈ പാറയുടെ മുകളിലൂടെ സഞ്ചരിച്ച് അടുത്ത പാറയുടെ മുകളിലേക്ക് കയറണം. വാ. സമുദ്രനിരപ്പിൽ നിന്ന് 700 അടി ഉയരത്തിലാണ് ഈ പാറക്കൂട്ടങ്ങളെല്ലാം ഉള്ളത്. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. കാരണം പാറക്കൂട്ടം കാണാൻ ചുറ്റും പാറ ഉണ്ട്, അതോടൊപ്പം തന്നെ നല്ല കുറേ റബ്ബർ തോട്ടം, പിന്നെ ചെറിയൊരു കാട് പോലെ. സംഗതി നല്ലൊരു വൈബാണ്. നമുക്കിങ്ങനെ ടീമായി വന്നിട്ട് അടിച്ചു പൊളിച്ച് കറങ്ങി പാട്ടൊക്കെ പാടി പോകാം. നമ്മുടെ ഗണപതി വിഗ്രഹത്തിനടുത്തേക്ക് പോകുന്ന വഴിക്ക് താഴെയായിട്ട് ഈ ഒരു ചെരുവിൽ ഭാഗത്തായിട്ടാണ് ഈ ശിവക്ഷേത്രം. ഇവിടെ പൂജയും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇവിടേക്ക് വെള്ളം എടുക്കുന്നെല്ലാം ഇപ്പുറത്തുള്ളൊരു പാറക്കുണ്ട് എന്നൊക്കെ താഴെയുള്ള ചേട്ടൻ പറഞ്ഞു. പക്ഷെ നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല പാറക്കുണ്ട്. പക്ഷെ നല്ലൊരു ആംബിയൻസ് ആണ്. രാവിലെ വൈകുന്നേരം ഇവിടെ എല്ലാം പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ്. പാറൻ്റെ മുകളിലേക്ക് കയറാൻ പോവാണ്. സ്ഥലത്തെത്തി ഏകദേശം. മിഷൻ സക്സസ്. ഇവിടെ ചെറിയ സ്റ്റെപ്പാണ്. ഇപ്പം തിരക്ക് കാരണമാണ് ഈ വേലി വെച്ചത്. നേരത്തെ ഞാൻ തന്നെ പറഞ്ഞു മിഷൻ സക്സസ് എന്ന്. കാരണം ആ കയറ്റം കണ്ടപ്പോൾ വെച്ച് തീർന്നു എന്ന്. പക്ഷേ ഇനിയുണ്ട്. കണ്ടോ അവിടെ ഇവിടെ നിന്ന് നോക്കുമ്പോഴേ ആകാശം, നീലാകാശം ഈ പാറയുടെ മുകളിൽ തട്ടുന്നൊരു ഫീലാണ്. അതായത് ഗംഭീര വൈബ്. നമ്മുടെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലാണ് ഈ സ്ഥലവും കാര്യമെല്ലാം വരുന്നത്. അപ്പോൾ സംഗതി ജോറ് ബാറാണ്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. സംഗതി ഗംഭീര വൈബാണ്. ആ നടന്നു വന്ന കിതപ്പെല്ലാം മാറി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമുദ്രനിരപ്പിൽ നിന്ന് 700 അടി ഉയരത്തിലുള്ള പാറയ്ക്ക് മുകളിലെത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ 15 അടി ഉയരത്തിൽ ഗണപതി ഭഗവാന്റെ വിഗ്രഹം. എല്ലാം പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കിതപ്പ് കാരണം ഒന്നും പറ്റുന്നില്ല. പക്ഷേ എല്ലാവരും വരണം, വന്നാൽ അടിപൊളിയാണ്. പക്ഷേ വരുന്നവരുടെ ഒറ്റ കാര്യം, നമ്മൾ വരുന്ന വഴിക്ക് എല്ലാം കണ്ടത് നിരവധി പ്ലാസ്റ്റിക് കുപ്പികൾ, അതുപോലെ ലേസ്, അതുപോലെ മറ്റ് എല്ലാ ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റ് എല്ലാവരും കൊണ്ടിടുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യരുത്. എല്ലാം നമ്മൾ ഈ പ്രകൃതിയെ സ്നേഹിക്കണം. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. സംഗതി ആകെ മൊത്തം മുതലാണ്. അപ്പം ഇനി സ്ഥലം പറഞ്ഞുതരാം. സ്ഥലത്തേക്ക് എത്താൻ നമ്മൾ ട്രിവാൻഡ്രത്ത് വെമ്പായം വരിക.
വെമ്പായത്തു നിന്ന് വെറും 4 കിലോമീറ്റർ ഉള്ളോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ഥലത്തെത്താൻ പറ്റും. അതായത് നമ്മുടെ തമ്പുരാൻ പാറ.